വെൽക്കം ടു ബിനൂസ് ഹിന്ദി ലേണിംഗ് ക്ലാസ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ കുറേ ന്യൂ വേർഡ്സ് പഠിക്കാൻ പോവാ കേട്ടോ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കുട്ടി കുട്ടി ഗ്രാമറുകളല്ലേ നോക്കിയേ. അപ്പോൾ ഇന്ന് പഠിക്കുന്ന സെന്റൻസുകളിൽ ആ ഗ്രാമറുകൾ കയറി വരുന്നുണ്ടോ എന്ന് നിങ്ങളൊന്ന് ചെക്ക് ചെയ്തേക്കാം. ഓക്കെ, ശരി, വരുന്നുണ്ടാവായിരിക്കും കേട്ടോ, ഞാൻ നോക്കിയിട്ടില്ല. ഓക്കെ, ഇപ്പോൾ നമ്മൾ ആദ്യത്തെ വാക്ക് പെഹന്ന. പെഹന്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെന്ന എന്നൊക്കെ കേൾക്കും കേട്ടോ. അതിലൊരു ഹായ് ഉണ്ട് സൈലന്റ് ആയിട്ട്. പെഹന്ന എന്ന് പറഞ്ഞാൽ ധരിക്കുക എന്നാണ്. ധരിക്കുക. ഇപ്പൊ നമ്മള് ഡ്രസ്സ് ഇടുക എന്നൊക്കെ പറയില്ലേ, ഡ്രസ്സ് ധരിക്കൂ എന്നല്ലല്ലോ മലയാളത്തിൽ പറയാം. ഡ്രസ്സ് ഇടൂ അല്ലെങ്കിൽ ഷൂ ഇടൂ എന്നൊക്കെ പറയില്ലേ. അപ്പൊ ഇടൂ എന്നുള്ള വാക്യം നമ്മൾ പഠിച്ചിരിക്കുന്നത് എന്താ, ഡാൽന എന്നല്ലേ, ഡാൽന. പക്ഷെ അതല്ല, ഇതിനെ ധരിക്കൂ എന്നുള്ള വാക്കാണ് യൂസ് ചെയ്തത്, പെഹന്ന. ഇപ്പോ കപ്പട പെഹന്നോ, കപ്പട പെഹന്നോ, വസ്ത്രം ധരിക്കൂ. അതുപോലെ തന്നെ ജൂത്ത പെഹന്നോ, ജൂത്ത സോറി ഷൂ ഇടൂ എന്നാണ്. യൂണിഫോം പെഹന്നോ, യൂണിഫോം ഇടൂ. മക്കളോട് എന്നും പറയേണ്ട ഒരു ആവശ്യമായിട്ടുള്ള ഒരു സെന്റൻസ് ഉണ്ട്. എന്താ, ബസ് ഇപ്പോ വരും, ബസ് ഇപ്പോ വരും, വേഗം യൂണിഫോം ഇടൂ എന്ന് പറയില്ലേ. വേഗം യൂണിഫോം ഇടൂ, ബസ് ഇപ്പോ വരും. ജൽദി യൂണിഫോം പെഹനോ, ജൽദി യൂണിഫോം പെഹനോ എന്നാണ് പറയാ കേട്ടോ. ബസ് അഭി ആയേഗി, ബസ് അഭി ആയേഗി, ബസ് ഇപ്പോ വരും, ജൽദി യൂണിഫോം പെഹനോ, വേഗം യൂണിഫോം ഇടൂ. മനസ്സിലായോ? ഇനി അടുത്ത വാക്കാണ് ചലാന. ചലാന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചലിപ്പിക്കുക എന്നുള്ള അർത്ഥമുണ്ട്. അപ്പൊ നമ്മളിവിടെ സെന്റൻസിൽ എവിടെയാ നോക്കാം. സെന്റൻസിൽ ഇപ്പൊ ഞാൻ പറയാണ്, എനിക്ക് വണ്ടി ഓടിക്കാൻ അറിയാം. എങ്ങനെ പറയാം? മേം ഗാഡി ചലാന ജാൻതാവും എന്ന് പറയാം കേട്ടോ. മേം ഗാഡി ചലാന ജാൻതാവും എന്ന് പറഞ്ഞാലും എനിക്ക് വണ്ടി ഓടിക്കാൻ അറിയാന്നാണ്. അല്ലെങ്കിൽ മുജെ ഗാഡി ചലാന ആത്താ ഹെ, ആത്തി ഹെ. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ വണ്ടി ഓടിക്കുക എന്നുള്ള അർത്ഥത്തിലാണ് അവിടെ ചലാന വന്നത്. ചലിപ്പിക്കുക എന്നല്ല, ഓടിക്കുക. അപ്പൊ ഇതൊക്കെ സെന്റൻസിൽ നിന്ന് മനസ്സിലാക്കണം. നമുക്ക് എന്താ പറയാ, ചലിപ്പിക്കുക എന്നുള്ളത് ഇപ്പൊ വണ്ടി ചലിപ്പിക്കുക എന്നല്ലല്ലോ നമ്മൾ പറയുന്നത്, വണ്ടി ഓടിക്കുക എന്നല്ലേ. അപ്പൊ അവിടെ ഓടിക്കുക എന്നുള്ളതിന് ചലാന എന്നാ പറയാം. ഓക്കെ, ഗാഡി ചലാന, മുझे ഗാഡി ചലാന ആത്താ ഹെ, ആത്തി ഹെ. ഓക്കെ, ശരി. ഇനി പഹൂഞ്ചന. പഹൂഞ്ചന എന്ന് പറഞ്ഞാൽ എത്തിച്ചേരുക എന്നാണ്. ഇപ്പൊ നമ്മൾ പറയില്ലേ, ഞാൻ വൈകുന്നേരം 5 മണിക്ക് എത്തിച്ചേരും, ഞാൻ വൈകുന്നേരം 5 മണിക്ക് എത്തിച്ചേരും അല്ലെങ്കിൽ എത്തും. എങ്ങനെയാ പറയാം? മേം ശ്യാം കോ 5 ബജെ പहुंच जाऊंगा, पहुंच जाऊंगी. ഓക്കെ ഓക്കെ, മേം ശ്യാം കോ 5 ബജെ പहुंच जाऊंगा. അതാണ് ഞാൻ ഇന്ന് വൈകുന്നേരം എത്തിച്ചേരും. ഇനിയിപ്പൊ അവർ എത്തിച്ചേരുന്നാണെങ്കിൽ പहुंच जाएंगे. മനസ്സിലായോ? പहुंच जाएंगे. അവനാണെങ്കിൽ പहुंच जाएगा. അത് നമ്മൾ ആ ഡിഫറൻസ് പഠിച്ചിട്ടുണ്ട് ക്ലാസ്സിൽ അല്ലേ, ഫസ്റ്റ് തന്നെ. അത് ഞാനാണെങ്കിൽ എങ്ങനെ പറയണം, അവനാണെങ്കിൽ എങ്ങനെ പറയണം, അവരാണെങ്കിൽ എങ്ങനെ പറയണം ഫ്യൂച്ചറിൽ. അത് വളരെ ഈസിയാണ് അല്ലേ. ഓക്കെ, അപ്പോൾ മേം ശ്യാം കോ 5 ബജെ പहुंच जाऊंगी. അതാണ് ഞാൻ പറയുക. ഓക്കെ, ശരി. അടുത്ത വാക്കാണ് ഡാട്ന. ഡാട്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മക്കളൊക്കെ വഴക്ക് പറയില്ലേ, അതാണ് കേട്ടോ ഡാട്ന. ഇപ്പോൾ നമ്മൾ ഹോംവർക്ക് ചെയ്യാണ്ട് മോൻ ഇന്ന് വഴക്ക് കേട്ടു. അപ്പൊ അമ്മ ഒന്ന് പറയാ, മമ്മ ആജ് മുझे ടീച്ചർ ने डाटा, ആജ് മുझे ടീച്ചർ ने डाटा എന്ന് പറഞ്ഞാൽ ഇന്ന് തന്നെ ടീച്ചർ വഴക്ക് പറഞ്ഞു. ക്യൂ, എന്തിനെ എന്ന് ചോദിക്കണം. അപ്പൊ ക്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുകൊണ്ട് എന്നാണ് കേട്ടോ. ഓക്കെ, ക്യൂ. അപ്പൊ എന്താ, ഹോംവർക്ക് നെഹി കർണേ പർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോംവർക്ക് ചെയ്യാത്തത് കൊണ്ട്. ഹോംവർക്ക് നെഹി കർണേ പർ അല്ലെങ്കിൽ ഹോംവർക്ക് നഹി കർണേക്ക് വജസേ എന്നൊക്കെ പറയാം കേട്ടോ. ഹോംവർക്ക് ചെയ്യാത്തത് കൊണ്ട്. ആജ് മുझे ഡാട്ട് പട, എനിക്ക് വഴക്ക് കിട്ടി. ഡാട്ട് പട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വഴക്ക് കിട്ടിയെന്നാ. ആജ് മുझे ഡാട്ട് പട. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഇതാണ് ഡാട്ട്ന. ഓക്കെ, ഇനി പീട്ടിന. പീട്ടിന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിക്കുക എന്നാണ്. അപ്പോൾ പീട്ടിനയ്ക്ക് ഈ അടിക്കുകയെ നമ്മൾ മാർന എന്നും പറയും കേട്ടോ. മാർന എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അടിക്കുക എന്നാണ്. പക്ഷെ ഈ മാർനാക്ക് വേറൊരു അർത്ഥമുണ്ട്, കൊല്ലുക എന്നും കൂടിയുണ്ട്. അപ്പൊ നമ്മള് മാർന സിറ്റുവേഷൻ അനുസരിച്ച് മനസ്സിലാക്കി എടുക്കേണ്ടി വരും കേട്ടോ. കുട്ടികൾ ചിലപ്പോൾ ഓടി വന്നിട്ട് പറയും ഉസ്നെ മുझे മാര. ഉസ്നെ മുझे മാര എന്ന് ഉദ്ദേശിക്കുന്നത് അവനെന്നെ കൊന്നു എന്നല്ല കേട്ടോ. അത് എന്താ പറയാ, അങ്ങനെ 2 അർത്ഥമുണ്ട് അതിന്. മാർന എന്ന് ഉദ്ദേശിക്കുക അവരെ അടിച്ചു എന്നാണ്. ശരിക്കും പീട്ടിനെയാണ് അടിക്കുക. ഓക്കെ, അപ്പൊ മാർന എന്ന് പറഞ്ഞാൽ മതി. അടിച്ചു എന്ന് പറയാനായിട്ട് മാർന എന്നും പറയാം. ഇനി കൊന്നു എന്ന് പറയാനായിട്ടാണെന്നുണ്ടെങ്കിൽ ഇപ്പോ എന്താ പറയാ, രാമൻ രാവണനെ കൊന്നു എന്ന് പറയില്ലേ, രാമനെ രാവൺകോ മാര. അതാണ് കേട്ടോ. അപ്പൊ നമ്മൾ അടിച്ചു എന്ന് പറയാനായിട്ട് മാര എന്ന് യൂസ് ചെയ്താൽ ഒരു കുഴപ്പമില്ല.
പക്ഷെ സിറ്റുവേഷൻ അനുസരിച്ച് മനസ്സിലാക്കണം. മാരന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിച്ചതാണോ കൊന്നതാണോ എന്ന് കേട്ടോ. ഓക്കെ, ശരി. ഇതൊരു വാക്കാണ് ബേച്ചിന. ബേച്ചിന ഇതൊരു കൺഫ്യൂഷൻ വാക്കാണ് കേട്ടോ. ബേച്ചിന എന്നുണ്ട്, ബേജിന എന്നുണ്ട്. അപ്പൊ ഇത് രണ്ടും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട് കേട്ടോ. ബേച്ചിന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വിൽക്കുക എന്നാണ് അർത്ഥം. ബേജിന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അയക്കുക എന്നാണ്. അപ്പോൾ ഇതിന്റെ ഡിഫറൻസ് നിങ്ങൾ മനസ്സിലാക്കണം. ഞാനിവിടെ എഴുതി കാണിക്കുന്നത് നോക്കുക. രണ്ടിന്റെ സ്പെല്ലിങ് വ്യത്യാസമുണ്ട്. പ്രൊണൗൺസിയേഷൻ കേൾക്കുമ്പോൾ ഒരുപോലെ തോന്നുമെങ്കിലും പക്ഷെ രണ്ടാണ് കേട്ടോ. ഇപ്പൊ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഇതെല്ലാം വിൽക്കാനുള്ളതാണെന്ന് പറയുമ്പോൾ എങ്ങനെയാ? ഏ സബ് ബേച്ചിനാ ഹേ. ചായക്ക് അവിടെ ചായയാണ്, ചായയല്ല. ആ ബായും ഡിഫറൻസ് ഉണ്ട്. ഏ സബ് ബേച്ചിനാ ഹേ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം വിൽക്കാനുള്ളതാണ്. അപ്പൊ ഇത് അയക്കാനുള്ളതാണെങ്കിലോ ഏ ബേജിനാ ഹേ. മനസ്സിലാവുന്നുണ്ടോ? അവിടെ ബായാണ് വരുന്നത്. ആ ഡിഫറൻസ് ഒന്ന് മനസ്സിലാക്കിയ. ബേജിനാ ഹേ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അയക്കണം. അപ്പൊ അതാണ് അതിന്റെ ഡിഫറൻസ്. ഇപ്പൊ ഞാൻ പറയണേ ഇത് 200 രൂപയ്ക്ക് വിൽക്കണം. ഇത് 200 രൂപയ്ക്ക്. ഏ 200 രൂപയ്ക്കോ ബേച്ചിനാ ഹേ. ഓക്കെ, ഇപ്പൊ ഞാൻ അവന് മെസ്സേജ് അയച്ചിരുന്നു എന്നാണെങ്കിൽ मैंने उनको മെസ്സേജ് भेजा था. मैंने उनको മെസ്സേജ് भेजी थी. ഞാനാണല്ലോ അല്ലെ. ഓക്കെ, അപ്പൊ ഇതാണ് ഈ ബേച്ചിനായും ബേജിനായും. അപ്പൊ ഡിഫറൻസ് മനസ്സിലാക്കി വയ്ക്കുക. ഓക്കെ, ശരി. അടുത്തൊരു വാക്കാണ് ബാന്ധന. ബാന്ധന എന്ന് പറഞ്ഞാൽ കെട്ടുക എന്നാണ്. ഇപ്പൊ ടൈ ഇല്ലേ, അതാണ് കേട്ടോ. ടൈ ചെയ്യുക, കെട്ടുക. ഇപ്പൊ നമ്മൾ പറയണം എന്തെങ്കിലും ഇങ്ങനെ കെട്ടുമ്പോൾ പറയുക അത് നന്നായിട്ട് കെട്ടു അല്ലെങ്കിൽ ശരിക്കും കെട്ടു എന്ന് പറയില്ലേ, അതിന് പറയുന്ന സെന്റൻസ് ആണ് ഓ ടീക്സെ ബാന്തോ. ടീക്സെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും, ടീക്സെ ബാന്തോ. ഓക്കെ, അതുപോലെ തന്നെ ഇപ്പൊ നമ്മൾ പലയിടത്തും കേട്ടിട്ടുണ്ടോ, നമ്മൾ സീറ്റ് ബെൽറ്റ് ഇടാനായിട്ട് ഒരു അനൗൺസ്മെന്റ്, കൃപയ അപ്പന സീറ്റ് ബെൽറ്റ് ബാന്തലേ എന്ന് വെച്ച് കഴിഞ്ഞാൽ ദയവായി താങ്കളുടെ സീറ്റ് ബെൽറ്റ് ബാന്തോ കെട്ടു എന്നാണ്. ഇതിങ്ങനെ ഇടൂ, അവിടെ അതാണ് അതിന്റെ അർത്ഥം വരുന്നത് അല്ലെ. ഓക്കെ, കൃപയ അപ്പന സീറ്റ് ബെൽറ്റ് ബാന്തലേ. അപ്പൊ ബാന്ധന എന്ന് പറഞ്ഞാൽ കെട്ടുക, എന്തും കെട്ടണേന്ന് നമ്മൾ ബാന്തോ എന്നാണ് പറയാം. ഓക്കെ, ഇനി അടുത്ത വാക്കാണ് ബർണ. ബർണ എന്ന് പറഞ്ഞാൽ നിറയ്ക്കുക. ഇപ്പൊ നമ്മൾ വെള്ളമൊക്കെ നിറയ്ക്കില്ലേ, ബക്കറ്റിൽ വെള്ളം നിറയ്ക്കുക അല്ലെങ്കിൽ കുപ്പിയിൽ വെള്ളം നിറയ്ക്കുക, അതൊക്കെ എങ്ങനെയാ പറയാ? ബക്കറ്റിനെ പറയുന്നത് ബാൾട്ടി എന്നാണ്. ബാൾട്ടീമേ പാനി ബറോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബക്കറ്റിൽ വെള്ളം നിറയ്ക്കും. ബാൾട്ടീമേ പാനി ബറോ. അതല്ലെങ്കിൽ ബോത്തൽമേ, ബോത്തൽ എന്നാണ് ഹിന്ദിക്കാര് കുപ്പീനെ പറയാം കേട്ടോ, ബോട്ടിലിനെ ബോത്തൽ. ബോത്തൽമേ പാനി ബറോ. ഇനി എന്താ പറയാ, ടാങ്ക് നിറഞ്ഞു, മോട്ടർ ഓഫ് ചെയ്യൂ, നമ്മളെപ്പോഴും പറയേണ്ടി വരുന്ന വേർഡ് അല്ലേ, സെന്റൻസ് അല്ലേ. ടങ്കി ബർഗയ, ടങ്കി എന്നാട്ടോ പറയാം. ടങ്കി ബർഗയ മോട്ടർ ബന്ദ് കറോ. ടങ്കി ബർഗയ മോട്ടർ ബന്ദ് കറോ. അപ്പൊ ഇതാണ് ബർണ എന്ന് പറയുന്നത്, നിറയ്ക്കുക. ഇനി അടുത്ത വാക്ക് ഖതം കർണ. ഖതം, ഖതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിനിഷ് ചെയ്യുക, തീർക്കുക എന്നാണ് കേട്ടോ, ഖതം കർണ. ഇപ്പൊ നമ്മൾ പറയാണ് വേഗം ജോലി തീർക്കൂ, വേഗം ജോലി തീർക്കൂ, ജൽദി, വേഗം അല്ലേ. ജൽദി ജോലി കാം ഖതം കറൂ. അതാണ് ജൽദി കാം ഖതം കറൂ, വേഗം ജോലി തീർക്കൂ. മനസ്സിലായോ? അതുപോലെ തന്നെ ഇനിയിപ്പോ നമ്മൾ പറയാണ് മക്കളോട് പറയാണ് ഹോംവർക്ക് വേഗം ചെയ്യൂന്ന് പറയില്ലേ, ഹോംവർക്ക് വേഗം ചെയ്ത് തീർക്കൂ. ഹോംവർക്ക് ജൽദി ഖതം കറോ എന്ന് പറഞ്ഞാൽ ഹോംവർക്ക് വേഗം തീർക്കൂ എന്നാണ്. ഹോംവർക്ക് ജൽദി ഖതം കറോ. അപ്പൊ ഇതാണ് ഖതം കർണ. അപ്പോ കാലി കർണ എന്ന് കേട്ടാലോ, കാലി കർണ എന്ന് പറഞ്ഞാൽ ശൂന്യമാക്കുക എന്ന് വെച്ചാൽ കാലി തന്നെയാണല്ലോ അല്ലെ മലയാളത്തിലും പറയാം. നമ്മളിപ്പോ പറയില്ലേ പ്ലേറ്റ് കാലിയാക്കൂ, കാലി എന്നാണ്. കാലി എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ, ശൂന്യമാക്കുക എന്നാണ് അല്ലെ. ഓക്കെ, അപ്പൊ അതിനൊരു സെന്റൻസ് ഏ പൂര കാലി കരോ. ഏ പൂര കാലി കരോ എന്ന് പറഞ്ഞാൽ പൂര എന്ന് പറഞ്ഞാൽ മുഴുവൻ എന്നാണ് കേട്ടോ അർത്ഥം. ഇത് മുഴുവൻ കാലി ചെയ്യൂ എന്നാണ്. ഓക്കെ, ഇനിയിപ്പോ വേറൊരു സിറ്റുവേഷനിൽ വരും. ഇപ്പൊ നമ്മളിപ്പോ റൂമൊക്കെ വെക്കേറ്റ് ചെയ്യില്ലേ, റൂം കാലി ചെയ്യാന്ന് പറയാം. ഞാൻ ഇന്നലെ റൂം കാലി ചെയ്തു, അങ്ങനെയല്ലേ പറയാം നമ്മൾ, വെക്കേറ്റ് ചെയ്തു മലയാളത്തില്. ഞാൻ ഇന്നലെ റൂം കാലി ചെയ്തു, അതെങ്ങനെയാ പറയാ? കൽ മേനെ റൂം കാലി കിയ, അങ്ങനെയാ പറയാം. കാലി കർണ, കൽ മേനെ റൂം കാലി കിയ എന്ന് പറഞ്ഞാൽ ഞാൻ ഇന്നലെ റൂം കാലിയാക്കി. അവിടെയും നമ്മൾ എന്താ ഉദ്ദേശിക്കുന്നത്, കാലി കർണ എന്നാണ്. മനസ്സിലായോ? അപ്പൊ ഇത്രയേ ഉള്ളൂ. ഇനി അടുത്തത് മിൽന. മിൽന എന്ന് പറഞ്ഞാൽ കിട്ടുക എന്നാണ്, കിട്ടുക. അപ്പൊ അതിന് വേറൊരു അർത്ഥം കൂടിയുണ്ട്, കണ്ടുമുട്ടുക. അപ്പൊ ഇത് രണ്ട് നമുക്ക് കൺഫ്യൂഷൻ ആയിട്ട് വരും ചില സെന്റൻസുകളിൽ കേൾക്കുമ്പോൾ. എങ്ങനെ മനസ്സിലാക്കണം? സിറ്റുവേഷൻ അല്ലേ.
ഏത് സിറ്റുവേഷനിലാണ് ആ മിൽന വരുന്നതെന്നാണ്. ഇപ്പോ എനിക്ക് കിട്ടി എന്ന് പറയാനാണെങ്കിൽ അതെനിക്ക് കിട്ടി, മുझे मिल गया എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കിട്ടി എന്നാണ്. നമ്മൾ ആ സിറ്റുവേഷനിലാണല്ലോ അത് ഉപയോഗിക്കുന്നത്. എനിക്ക് കിട്ടി. ഇപ്പൊ എന്തെങ്കിലും നമ്മളോട് എടുക്കാൻ പറയുമ്പോ എനിക്ക് കിട്ടി, മുझे मिल गया, മുझे मिला എന്നും പറയാം കേട്ടോ. ഇനി കണ്ടുമുട്ടുക എന്നുള്ള അർത്ഥം വരുന്നത്, ഇനിയിപ്പോ നമ്മൾ ഒരാളോട് സംസാരിച്ചിട്ട് നമ്മളിങ്ങനെ പിരിയുമ്പോ പറയുമല്ലോ, പിന്നെ കാണാം, ഫിർ മിലേങ്കെ, ഫിർ മിലേങ്കെ എന്നുള്ളൊരു സെന്റൻസ് പിന്നെ കാണാം എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പൊ അവിടെ മിൽനയുടെ മറ്റൊരു രൂപമാണല്ലോ മിലേങ്കെ. അപ്പൊ തെറ്റിപ്പോവരുത്, കിട്ടുക എന്നല്ല. ഇനിയിപ്പോ ഞാൻ പറയാണ്, ഞാൻ അവനെ കാണാൻ പോവുകയാണ്, ഞാൻ അവനെ കാണാൻ പോവുകയാണ്, അല്ലെങ്കിൽ അവനെ കണ്ടുമുട്ടാൻ പോവുകയാണ്. എങ്ങനെ പറയാം? മേ ഉൻസെ മിൽനെ, മിൽനെ ജാ രഹാ ഹോ അല്ലെങ്കിൽ ജാ രഹി ഹോ. ഓക്കെ, മിൽനെ. അപ്പൊ അവിടെയും നമ്മൾ മിൽനെ യൂസ് ചെയ്തു. അത് കണ്ടുമുട്ടുക എന്നുള്ള വാക്കിലാണ് കേട്ടോ. മേ ഉൻസെ, ഞാൻ അവനോട് അവനെ കണ്ടുമുട്ടുവാൻ, മിൽനെ ജാ രഹാ ഹോ. ഓക്കെ, അപ്പൊ ഇതാണ് മിൽന, രണ്ടർത്ഥമുള്ള മിൽന. ഓക്കെ, അടുത്തൊരു വാക്കാണ് ഇതുപോലെ തന്നെ നമുക്ക് ഒരു കണക്ഷൻ ആയിട്ട് തോന്നുന്നതാണ് മിലാന. ഇവിടെ മിൽന എന്നല്ലേ, ഒരു വരയും കൂടി വന്നുള്ളൂ, മിലാന എന്നായി. അപ്പൊ അവിടെ അതിനർത്ഥം വരുന്നത് കൂട്ടിച്ചേർക്കുക എന്നാ. മനസ്സിലായോ? അപ്പൊ എന്തോ ഒരു വ്യത്യാസമല്ലേ വാക്കുകൾ തമ്മിൽ. അപ്പൊ ഇതെല്ലാം നമ്മൾ അറിഞ്ഞിരുന്നേ പറ്റും. അതുകൊണ്ടാണ് നമ്മൾ വേർഡ്സ് മീനിങ് ചലഞ്ച് ആയിട്ട് ഇറങ്ങിയത് കേട്ടോ. കുറെ വാക്കുകൾ പഠിച്ചിരിക്കാം അല്ലേ? ഓക്കെ, മിലാന. മിലാന എന്ന് പറഞ്ഞാൽ കൂട്ടിച്ചേർക്കുക. ഇപ്പൊ ജസ്റ്റ് ഇപ്പൊ നമ്മള് സിമ്പിൾ ആയിട്ടൊരു എക്സാമ്പിള്, പാലില് വെള്ളം കൂട്ടിച്ചേർക്കാന്ന് എങ്ങനെ പറയാ? ദൂതുമേ പാനി മിലാവോ എന്ന് വെച്ച് കഴിഞ്ഞാൽ പാലില് വെള്ളം കൂട്ടിച്ചേർക്കുക, അതാണ് ദൂതുമേ പാനി മിലാവോ. ഇനി അതുപോലെ തന്നെ മറ്റൊരു വാക്കാണ് ഹിലാന. ഹിലാന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷേക്ക് ചെയ്യുക കേട്ടോ, ഇളക്കുക എന്നാണ്. ഇപ്പൊ നമ്മൾ പറയില്ലേ, എന്താ പറയാ, ബിൽഡിംഗ് ഒക്കെ ഹിൽറേ എന്ന് പറയാം. ഹിൽറേ എന്ന് പറഞ്ഞാൽ ഹിൽ രഹാഹേ എന്നാണ് കേട്ടോ. അപ്പൊ നമ്മൾ സംസാരിക്കുമ്പോൾ ഷോർട്ടായിട്ട് ഹിൽറേ, ഹിൽറേ എന്ന് പറഞ്ഞാൽ ടേബിൾ ഹിൽറേ, ഇളകുന്നു എന്നാണ് കേട്ടോ, ഷെയ്ക്ക് ആവുന്നു. ഇനിയിപ്പോ കാറ്റില് മരം ഇളകുക എന്ന് പറയില്ലേ, അതെങ്ങനെയാ? ഹവാസെ പേഡ് ഹിൽ രഹാഹേ അല്ലെങ്കിൽ ഹിൽറേ, ഹവാസെ പേഡ് ഹിൽറേ. ഇപ്പൊ നല്ലൊരു സ്റ്റോം ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോ എന്താ പറയാ, ഷെയ്ക്ക് ആവും, നമുക്ക് പേടിയാവും കാണുമ്പോ അല്ലെ. ഹവാസെ പേഡ് ഹിൽറേ, അതാണ് കേട്ടോ. അതുപോലെ തന്നെ ഇനിയിപ്പോ നമ്മൾ മരുന്ന് കുടിക്കാനായിട്ട് എടുക്കണേ മുമ്പ് മക്കളോട് പറയില്ലേ, മക്കളോടല്ല പാരന്റ്സിനോട് ഇപ്പൊ പറയും, നന്നായിട്ട് ഷെയ്ക്ക് ചെയ്യണമെന്ന് പറയില്ലേ. ദവായ് ലേനെ സെ പെഹലെ ഉസെ ഹിലായെ, ഹിലായെ എന്ന് ഉദ്ദേശിക്കുന്നത് ഹിലാന എന്നും പറയാം കേട്ടോ. ഉസെ ഹിലാന എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷേക്ക് ചെയ്യണം, അതാണ് ദവായ് ലേനെ സെ പെഹലെ, മരുന്ന് കഴിക്കുന്നതിന് മുമ്പ് ഉസെ ഹിലായെ, അതിനൊന്ന് ഷേക്ക് ചെയ്യണം. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്. കുറേ പുതിയ വേർഡ്സുകൾ നമ്മൾ നോക്കി. അപ്പോൾ എല്ലാവരും എന്ന് പറയുന്ന പോലെ തന്നെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കാം കേട്ടോ. അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് പരമാവധി ശ്രമിക്കുക, കഴിയുന്നവർ ചെയ്യുക. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ അല്ലെങ്കിൽ നിങ്ങൾ എന്നെ ഫോളോ ചെയ്യുന്നതെന്ന് അറിയാനായിട്ട് ഏറ്റവും എനിക്ക് എന്താ പറയുക, കമൻസിലൂടെയാണ് മനസ്സിലാവുന്നത്. അപ്പോൾ കമൻറ്റ് ചെയ്യാൻ പറ്റുന്നവർ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റിൽ വിടാം കേട്ടോ. പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്യണം. ഓക്കെ.